भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയിം ഭാഗവതാഭിധാനാം ഹരേതനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷര പൂജ, അക്ഷരസപര്യ, അക്ഷരോപാസന ഇന്ന് 682 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിൽ 75 അധ്യായത്തിൽ 21 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ധർമ്മപുത്ര മഹാരാജാവ് രാജസൂയ യാഗം നടത്തി അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ പാഞ്ചാലിയോടൊപ്പം ആചാന്തം സ്നാപയാംശ്ചക്രുർ ഗംഗായാം സഹ കൃഷ്ണയാ, ഗംഗയിൽ പാഞ്ചാലിയോടുകൂടി സ്നാനം ചെയ്യിച്ചു ആ ധർമ്മപുത്രരെ ഋത്തിക്കുകൾ എന്ന് പറഞ്ഞു. ഈ സമയത്ത് പുഷ്പവൃഷണ്ടായി, നരദുന്ദുഭികളും ദേവദുന്ദുഭികളും മുഴങ്ങി എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ അവിടെ സമർപ്പിച്ചത്. പിന്നീട് പറയുന്നു, സസ്നുസ്തത്ര തതസർവേ വർണ്ണാശ്രമയുതാനര മഹാപാതക്യപിയത സദ്യോ മുച്യേത കിൽബിഷാൽ. വർണ്ണാശ്രമങ്ങളോടുകൂടിയ സർവേ നര, എല്ലാ മനുഷ്യരും തത്ര സസ്നു, അവിടെ സ്നാനം ചെയ്തു. അതുകൊണ്ട് മഹാപാതകീയപി, മഹാപാതകം ചെയ്തവനാണെങ്കിൽ പോലും സദ്യ കിൽബിഷാൽ മുച്യേത, ഉടൻ തന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. അതാണ് ഗംഗാസ്നാനത്തിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ രാജസൂയ യാഗത്തിൻ്റെ പ്രത്യേകത. ആ രാജസൂയ യാഗത്തിൻ്റെ ഭാഗമായി ഭഗവാന്റെ പാദതീർത്ഥമായ പതിതപാവനിയായ ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ എത്രയെത്ര പാപം ചെയ്തവൻ പോലും ശുദ്ധനായിട്ട് പാപനിർമുക്തനായിട്ട് തീരും, പാപവിമുക്തനായിട്ട് തീരും എന്ന് പറയുന്നു. അധ രാജാഹതേക്ഷൗമേ പരിധായ സ്വലംകൃത ഋത്വിക് സദസ്യ വിപ്രാധീന അനർച്ച ആഭരണാംബരൈ. അതിനുശേഷം ധർമ്മപുത്രര് അഹതേ ക്ഷൗമേ, അലക്കാത്ത 2 വസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ കോടിയായിട്ടുള്ള 2 വസ്ത്രങ്ങൾ, പരിധായ ധരിച്ചിട്ട്, സ്വലംകൃത നല്ലപോലെ അലങ്കരിക്കപ്പെട്ടവനായി,
ഋത്വിക്കുകളും സദസ്യരും ബ്രാഹ്മണരും ഒക്കെ തുടങ്ങിയവരെയൊക്കെ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇവ കൊണ്ട് ആ നേർച്ച പൂജിച്ചു. സ്നാനാനന്തരം യുധിഷ്ഠിരൻ സ്വയം അലങ്കൃതനായി 2 കോടി വസ്ത്രങ്ങൾ, ഒന്ന് ഉടുക്കുകയും മറ്റൊന്ന് ഉത്തരീയമായി മേൽ വസ്ത്രമായിട്ട് ധരിക്കുകയും ചെയ്തും കൊണ്ട് ഋതുക്കളെയും സദസ്സിലുള്ള ആളുകളെയും ബ്രാഹ്മണരെയും നിരവധിയായിട്ടുള്ള ദാനങ്ങൾ, വസ്ത്രം, ആഭരണം തുടങ്ങിയൊക്കെ കൊടുത്ത് പൂജിച്ചു. പിന്നെ ബന്ധുജ്ഞാതി നൃപാൻ, ബന്ധുക്കളും ജ്ഞാതികളും രാജാക്കന്മാരും ഇവരെയൊക്കെ മിത്രസുഹൃത, മിത്രങ്ങളെയും സ്നേഹിതന്മാരെയും അന്യാൻ സർവശ, മറ്റുള്ള എല്ലാവരെയും നാരായണപരഹ നൃപ അഭീക്ഷ്ണം പൂജയാമാസ. നാരായണപരനായിരിക്കുന്ന വിഷ്ണുഭക്തനായ ധർമ്മപുത്രരെ വേണ്ട പോലെ പൂജിച്ചു. എല്ലാത്തിലും ഒരേ ഒരു ചൈതന്യമാണ് എന്ന് ബോധമുണ്ട്. അതുകൊണ്ടാണ് നാരായണപര നൃപ എന്ന് പറഞ്ഞത്. എല്ലാത്തിലും ആ വിഷ്ണുവിനെ കാണുന്നു. അതാണ് വിഷ്ണു ഭക്തന്മാരുടെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരെയും, ബന്ധുക്കളും ജ്ഞാതികളുമായിട്ടുള്ള രാജാക്കന്മാര്, സാധാരണ ആളുകള്, സ്നേഹിതന്മാര് എന്ന് വേണ്ട സകല ആളുകളെയും അഭീഷ്ടവസ്തു പ്രദാനം എന്ന രീതിയിൽ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തും കൊണ്ട് നാരായണ ബുദ്ധിയ, ഈശ്വര ബുദ്ധിയ അവരെ മുഴുവൻ പൂജിച്ചു. മാനവസേവയാണ് മാധവസേവ, ജനസേവയാണ് ജനാർദ്ദന സേവ, നരസേവയാണ് നാരായണ സേവ എന്ന് അധികാരികൾ പഠിക്കേണ്ടതിന് നേരെ ഒരു ചൂണ്ടുപലക കൂടിയാണ് ഈ ഭാഗം. നോക്കൂ, ചക്രവർത്തിയായി മാറി എല്ലാവരെയും അടക്കി ഭരിക്കുകയല്ല ചെയ്തത്, എല്ലാവരുടെ മുമ്പിലും അടങ്ങി നിന്നുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അവരിലൊക്കെ ഈശ്വരനെ കണ്ടുകൊണ്ട് അവരെ പൂജിച്ചു ധർമ്മപുത്ര മഹാരാജാവ്. ഇതാണ് ധർമ്മപുത്രരുടെ ആ മഹിമ അല്ലെങ്കിൽ മഹത്വം. സർവേ ജനാസുരരുചോ മണികുണ്ടലസ്രഗുഷ്ണീഷ കഞ്ചുകതുകൂല മഹാർഘ്യഹാര നാര്യശ്ച കുണ്ടലയുഗാളകവൃന്ദുഷ്ടവക്ത്രശ്രിയ കനകമേഖലയാ വിരേജു. അവരൊക്കെ ശോഭിച്ചു. വിരേജു എന്നാണ്. സുരരുചഹ, ദേവന്മാരെ പോലെ ശോഭയുള്ള സർവേജന, എല്ലാ ആളുകളും മണികുണ്ടലസ്രഗുഷ്ണീഷ കഞ്ചുക ദുകൂല മഹാർഘ്യഹാര, രത്നകുണ്ടലങ്ങൾ, അതേപോലെ മാല, തലക്കെട്ട്, പുതിയ പട്ടുവസ്ത്രങ്ങൾ, ഇങ്ങനെ മുത്തുമാല തുടങ്ങിയ അലങ്കാരങ്ങളോടുകൂടി നാര്യഹാച, നരന്മാരങ്ങനെയാണ്, സ്ത്രീകളും കുണ്ടലയുഗാളകവൃന്ദ ജുഷ്ടവക്ത്രശ്രിയ, കാതിലിടുന്ന ആഭരണങ്ങൾ, അതേപോലെ അളകങ്ങൾ, കുറുനിരകൾ, സാക്ഷാൽ ഭഗവതിയെ ബർബരാളക എന്ന് പറയും, ചുരുണ്ട അളകങ്ങളോടുകൂടിയവൾ എന്നാണ്. അങ്ങനെ ആ മുഖശ്രീയോടുകൂടി സ്ത്രീകളും കനകമേഖലയാ വിരേജു, സുവർണ കാഞ്ചികൾ കൊണ്ട് അരയിൽ ധരിക്കുന്ന ആ അരഞ്ഞാണം, ആ അരഞ്ഞാണിനാണ് കാഞ്ചി എന്ന് പറയാ. അങ്ങനെയുള്ള ആ അരഞ്ഞാണം കൊണ്ടുമൊക്കെ അതിസുന്ദരന്മാരും സുന്ദരികളുമായി മാറി ദേവന്മാരെ പോലെ തേജസ്സുള്ളവരായി തീർന്നു. അവരുടെ വേഷം കൊണ്ട് മാത്രമല്ല, അവരുടെ മനസ്സുകൊണ്ടും അവർ ദേവതുല്യരായി മാറി. ഭഗവാന്റെ കൂടെയാണ് ഇത്രയും കാലം, അല്ലേ? ഇങ്ങനെ എല്ലാവരും അതി സൗന്ദര്യമുള്ളവരായി മാറി. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഒക്കെ സൗന്ദര്യമുള്ളവരായി തീർന്നു. അധർത്വിജോ മഹാശാല സദസ്യാ ബ്രഹ്മവാദിന ബ്രഹ്മക്ഷത്രിയ വിക്ഷൂദ്ര രാജാനോയേ സമാഗത ദേവർഷി പിതൃഭൂതാനി ലോകപാല സഹാനുഗ പൂജിതാസ്തമനുജ്ഞാപ്യ സ്വധാമാനിയുർനൃപ. അതിനുശേഷം മഹാശാല ഋത്വിജ, വളരെ കുലീനന്മാരായ ഋത്വിക്കുകൾ, ബ്രഹ്മവാദിനഹ സദസ്യ, ബ്രഹ്മവാദികളായ സദസ്യര്, ബ്രഹ്മക്ഷത്രിയ വിക്ഷൂദ്ര, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, യേ സമാഗത, വന്നിരിക്കുന്ന രാജാനഹ, രാജാക്കന്മാര്, ദേവർഷി പിതൃഭൂതാനി, ദേവന്മാര്, ഋഷികള്, പിതൃക്കള്, സകല ഭൂതങ്ങളും ഇവരും സഹാനുക, അകമ്പടിക്കാരോടുകൂടിയ ദിക്പാലന്മാരും പൂജിതാഹ തം അനുജ്ഞാപ്യ, പൂജിക്കപ്പെട്ടവരായി അതിനെ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി സ്വധാമാനി നൃപായോ, അല്ലയോ പരീക്ഷത്തെ, അവരൊക്കെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി.
ധർമ്മപുത്ര മഹാരാജാവ് ആരൊക്കെയാണോ അവിടെ വന്നിട്ടുള്ളത് അവരെ മുഴുവൻ വേണ്ട പോലെ പൂജിച്ചു എന്ന് വീണ്ടും പറയുകയാണ്. ഋത്വിക്കുകള്, വേദമുച്ചരിക്കുന്ന ആ വേദജ്ഞന്മാരായിട്ടുള്ള ആളുകള്, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, രാജാക്കന്മാര്, ദേവന്മാര്, ഋഷികള്, പിതൃക്കള്, ഭൂതഗണങ്ങൾ, ദിക്പാലകന്മാര്, അവരുടെ കൂടെയുള്ള ആളുകള് എന്നു വേണ്ട സകലരെയും ഒരു വ്യത്യാസവുമില്ലാതെ ധർമ്മപുത്ര മഹാരാജാവ് പൂജിച്ചു. കാരണം അവിടെ വർണ്ണവും ആശ്രമവും ഒക്കെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഉപാധികളാണെന്ന് തിരിച്ചറിഞ്ഞ ആളാണ് ധർമ്മപുത്രൻ. അവരെല്ലാവരും ഈശ്വരാംശമുള്ളവരാണ്. അവരിലെ ചൈതന്യമായി നിലനിൽക്കുന്നത് ഇപ്പോ കുറച്ചു മുമ്പ് താൻ അഗ്രപൂജ ചെയ്ത് സ്വീകരിച്ച ആദരിച്ച ഭഗവാൻ തന്നെയാണ്. ആ മാധവനെ പൂജിച്ചതുപോലെ തന്നെ ഈ മാനവരെയും പൂജിക്കണം എന്ന് തിരിച്ചറിഞ്ഞു. അതിലൊരു തരത്തിലുള്ള വ്യത്യാസവും കണ്ടില്ല ധർമ്മപുത്രര്. എല്ലാവരെയും യഥോചിതം പൂജിച്ചു, സൽക്കരിച്ചു. അവരൊക്കെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി. ഹരിദാസസ്യ രാജർഷേ രാജസൂയമഹോദയം നൈവാതൃപ്യൻ പ്രശംസന്ത പിബൻ മർത്യോ അമൃതം യഥാ. മർത്യ അമൃതം പിബൻ യഥാ. മനുഷ്യര് ഈ അമൃത പാനം ചെയ്യുന്ന പോലെ. ന അതൃപ്യൻ ഏവ. ഒട്ടും തന്നെ അവർക്ക് തൃപ്തിയായില്ല. ഏത് കാര്യത്തിൽ? ഈ നൽകിയ സാധനങ്ങൾ സ്വീകരിച്ചതിലാണോ? അല്ല. ഹരിദാസസ്യ രാജർഷേ രാജസൂയമഹോദയം പ്രശംസന്ത. ഹരിദാസനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായ രാജർഷിയുടെ, ധർമ്മപുത്രരുടെ രാജസൂയത്തിൻ്റെ ആ ഭാഗ്യത്തെ, രാജസൂയ മഹോദയത്തെ പ്രശംസിക്കുക. എത്ര പ്രശംസിച്ചിട്ടും മതിയാവണില്ല. നന്നായി, നന്നായി, അസ്സലായി, ഗംഭീരായി, ഗംഭീരായി എന്ന് നിറകണ്ണുകളോടുകൂടി അവർ പറഞ്ഞു, നിറഞ്ഞ ഹൃദയത്തോടുകൂടി അവർ പറഞ്ഞു. അപ്പൊ പരമഗുണം, മറ്റുള്ളവരുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗുണത്തെ പ്രകീർത്തിക്കുക എന്നുള്ളത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. അവരെ വേണ്ട പോലെ പ്രശംസിച്ചു. ദുഷ്ടന്മാരുടെയോ അവരെന്തെങ്കിലും ഇതിൽ ദോഷമുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ചെയ്യുക. അവിടെ ദുര്യോധനൊക്കെ അങ്ങനെയാണ്. എത്ര പ്രശംസിച്ചിട്ടും മതിയാവാതെ രാജാക്കന്മാരും ഋഷികളും ഒക്കെ അവിടുന്ന് തിരിച്ചുപോയി എങ്കിൽ അതിനുശേഷം അവിടേക്ക് വന്ന ആളാണ് ദുര്യോധനൻ. തതോ യുധിഷ്ഠിരോ രാജ സുഹൃൽ സംബന്ധി ബാന്ധവാൻ പ്രേംണ നിവാസയാമാസ കൃഷ്ണം ച ത്യാഗകാതര. അവിടെ ധർമ്മപുത്രര് തഥ അതിനുശേഷം രാജാവായ യുധിഷ്ഠിരൻ സുഹൃത് സംബന്ധി ബാന്ധവാൻ, സുഹൃത്തുക്കൾ, സംബന്ധികൾ, ബന്ധുക്കൾ ഇവരെയും കൃഷ്ണം ച കൃഷ്ണനെയും ത്യാഗകാതരഹ വിട്ടയക്കാൻ, ത്യജിക്കാൻ മനസ്സില്ലാത്തവനായിട്ട് പ്രേംണ നിവാസയാമാസ. എല്ലാവരും പോവാൻ പുറപ്പെട്ടുവെങ്കിലും പലരോടും ധർമ്മപുത്രർ ഇപ്പൊ പോണ്ട എന്ന് പറഞ്ഞ് അവരെ പിരിയാൻ വയ്യ, അതുകൊണ്ട് കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കൂ എന്ന് വളരെ സ്നേഹപൂർവം അവരോട് പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണൻ അടക്കമുള്ള ആളുകള് അവിടെ കുറച്ചു കാലം കൂടി താമസിച്ചു. ഭഗവാനപി തത്രാംഗ ന്യവാത്സീൽ തൽപ്രിയങ്കര പ്രസ്ഥാപ്യേതു വീരാംശ്ച സാമ്പാദീംശ്ച കുശസ്ഥലിം. കുശസ്ഥലി എന്ന് വെച്ചാൽ ദ്വാരക. ദ്വാരക ഇരിക്കുന്ന ദ്വീപാണ് കുശസ്ഥലി. അങ്ങനെ ആ കുശസ്ഥലിയിലേക്ക് സാമ്പൻ തുടങ്ങിയവരെയും യാദവശ്രേഷ്ഠന്മാരെയും ഒക്കെ ദ്വാരയിലേക്ക് പറഞ്ഞയക്കുന്നു. ഹേ അംഗ, അല്ലയോ പരീക്ഷിത്തെ, തത് പ്രിയങ്കരഹ, ആ ധർമ്മപുത്രർക്ക് പ്രിയത്തെ ചെയ്യുന്നവനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ സാമ്പൻ തുടങ്ങിയ തൻ്റെ മക്കളെയും യാദവശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളെയും ഒക്കെ കുശസ്ഥലിയിലേക്ക് പറഞ്ഞയപ്പിച്ചിട്ട് തത്ര ന്യവാത്സീൽ, ഭഗവാൻ മാത്രം അവിടെ വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു. കാരണം കുറേ കാലം അവിടുന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ മക്കൾക്കും യാദവ ശ്രേഷ്ഠന്മാർക്കൊക്കെ കൊടുത്തിട്ട് അവരോട് ദ്വാരകയിലേക്ക് പോകാൻ പറഞ്ഞു. അവരെ പറഞ്ഞയച്ചു. ഇദ്ധം രാജ ധർമ്മസുതോ മനോരഥമഹാർണവം സുദുസ്തരം സമുത്തീര്യ കൃഷ്ണേനാസീൽ ഗതജ്വര. ഇങ്ങനെ ധർമ്മപുത്രര്
ധർമ്മപുത്രരായിരിക്കുന്ന രാജാവ് ധർമ്മസുതഃ രാജ സുദുസ്തരം മനോരഥമഹാർണവം, കടക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള തൻ്റെ ആഗ്രഹമാകുന്ന സമുദ്രത്തെ കൃഷ്ണേന സമുത്തീര്യ, ശ്രീകൃഷ്ണൻ വഴി വളരെ എളുപ്പത്തിൽ കടന്നു. എന്നിട്ടോ ഗതജ്വര, ഒട്ടും തന്നെ മറ്റ് ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലാത്തവനായിട്ട് തീർന്നു. ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാവും, പക്ഷേ ഈ ആഗ്രഹ സാഫല്യം അത് വേണ്ട പോലെ നടക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ധർമ്മപുത്ര മഹാരാജാവ് ഇപ്പതായി രാജസൂയത്തിന്റെ കഥയിൽ പറഞ്ഞു. നമ്മൾ തുടക്കത്തിൽ ഈ ദശമസ്കന്ധത്തിന്റെ തുടക്കത്തിൽ പരീക്ഷത്തിന്റെ വാക്കുകളായിട്ട് നമ്മൾ കേട്ടു, ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മദംഗം, എൻ്റെ ഈ ശരീരം ദ്രൗണിയിൽ നിന്ന് രക്ഷിച്ചത് ഭഗവാനാണെന്ന് പറഞ്ഞു. അതിനു മുമ്പേ പറഞ്ഞു, ഈ കൗരവ സൈന്യ സാഗരത്തെ കൃത്വാതരൻ വത്സപദം സ്മയത്പ്ലവ എന്ന്. ഏതുപോലെ ഒരു പശുക്കുട്ടിയുടെ കുളമ്പിൽ, ആ കുഴിയിൽ, കുളമ്പിന്റെ കുഴിയിലുണ്ടാകുന്ന വെള്ളം അത്രയും ചെറുതാക്കി കൗരവ സൈന്യ സാഗരത്തിന്റെ മറുകര കടക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഇവിടെ അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ശ്രീകൃഷ്ണ സഹായം കൊണ്ട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു എന്ന് മാത്രമല്ല, ആഗ്രഹങ്ങളിൽ നിന്ന് വിമുക്തി നേടാനായിട്ടും സാധിച്ചു. ആശാസമുദ്രത്തിന്റെ മറുകര കടക്കുക വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലോ അത് കടക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ആശകൾ ഇല്ലാതെയായി തീരുകയും ചെയ്യും. പിങ്കളായ എന്ന വേശ്യാസ്ത്രീ പറയുന്നുണ്ട്, ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. പക്ഷേ ഇവിടെ ആശയും സുഖത്തിന് കാരണമായി. കാരണം എന്താ? അവിടെ ആശിച്ചതൊക്കെയും ആനന്ദസ്വരൂപനായ ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ ഭഗവാന്റെ കാരുണ്യമുണ്ട്. ആ ഭഗവാനെയാണ് ആദ്യം വിളിച്ചത്. ഈ ആശ സഫലീകൃതമാവാൻ നാരദ മഹർഷിയുടെ അടുത്ത് പറഞ്ഞു വെച്ചു. ഭഗവാൻ വന്നു, ഒക്കെ വേണ്ടത് പോലെയാക്കി. ഇതാണ് ഭഗവാനെ ആശ്രയിച്ചാലുള്ള ഗുണം. നമുക്ക് പിന്നൊരു ബുദ്ധിമുട്ടുമില്ല, അല്ലേ? അതേപോലെ ഇപ്പം നമ്മളാണ് ഇതൊക്കെ ചെയ്യണത് എന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ കരുണാസമുദ്രം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവില്ല. പിന്നീട് പറയുന്നു, ഏകദാന്തപുരേ തസ്യ വീക്ഷ്യ ദുര്യോധനഃ ശ്രിയം അതപ്യൽ രാജസൂയസ്യ മഹിത്വം ചാച്യുതാത്മന. അച്യുതാത്മനഃ തസ്യ അന്തഃപുരേ ശ്രിയം രാജസൂയസ്യ മഹിത്വം വീക്ഷ്യ. ഇവിടെ അച്യുതനിൽ, ച്യുതിയില്ലാത്ത ഭഗവാനിൽ ശ്രീകൃഷ്ണനുള്ള മനസ്സ്, അതാണ് രാജാവിൻ്റെ ഏറ്റവും വലിയ ധനം. അങ്ങനെയുള്ള ധർമ്മപുത്രരുടെ അന്തഃപുരത്തിലുള്ള ഐശ്വര്യം, രാജസൂയത്തിൻ്റെ മാഹാത്മ്യം, എല്ലാവരും ഇങ്ങനെ നല്ലത് പറയണ കേട്ടപ്പോൾ ഒരിക്കൽ ദുര്യോധനഃ അതപ്യൽ, ദുര്യോധനം വല്ലാതെ തപിച്ചു, വല്ലാതെ വിഷമിച്ചു. അങ്ങനെയാണ്. ഒന്നാമത് തൻ്റെ ശത്രു, തന്നെയുമല്ല മറ്റൊരാൾക്ക് ഐശ്വര്യം ഉണ്ടാവണത് ദുഷ്ടന്മാർക്ക് ഒരിക്കലും സന്തോഷത്തിന് കാരണമല്ല. അവരതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കും. തനിക്കും അതുപോലെ ഉണ്ടാവണം എന്നുള്ള മോഹമല്ല, മറിച്ച് അവനുണ്ടായതിലുള്ള അസൂയ. യസ്മിൻ നരേന്ദ്ര ദിദിജേന്ദ്ര സുരേന്ദ്ര ലക്ഷ്മിർ നാനാ വിഭാന്തി കില വിശ്വസൃജോപക്ലിപ്ത താഭിപ്പതീൻ ദ്രുപദരാജസുതോപതസ്ഥേ യസ്യാം വിഷക്ത ഹൃദയ കുരുരാട് അതപ്യൽ. കുരുരാട് അതപ്യൽ, കുരു രാജാവ് അല്ലെങ്കിൽ ദുര്യോധനൻ അതപ്യൽ, അല്ലാതെ വിഷമിച്ചു. കാരണം എന്താ? ഇവിടെ നരേന്ദ്ര ദിദിജേന്ദ്ര സുരേന്ദ്ര ലക്ഷ്മി, ചക്രവർത്തിയുടെയും അസുരരാജാവിൻ്റെയും ദേവേന്ദ്രൻ്റെയും ലക്ഷ്മികൾ എന്ന് പറഞ്ഞാൽ ആ അന്തഃപുരത്തിൻ്റെ ശോഭയെ പറയുകയാണ്. മയൻ എന്ന ശില്പിയാണ്. വിശ്വസൃജ ഉപക്ലിപ്ത, മയനാൽ നിർമ്മിക്കപ്പെട്ട പലതരത്തിലുള്ള വിഭാന്തീകില, അതിങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ടല്ലോ, അതിന് ഉപലക്ഷിതയായ, ഇതിനോടൊപ്പം ദ്രുപദരാജസുത പതീൻ, ദ്രൗപദി, ഭർത്താക്കന്മാരെ വേണ്ട പോലെ സേവിക്കണു. ഇതൊക്കെ വിഷക്ത ഹൃദയ, വിശേഷേണ ശക്തമായ ഹൃദയത്തോടു കൂടി. ഇങ്ങനെയാണ് ഭൂലോക ചക്രവർത്തിയുടെയും അസുരാധിപനായിരിക്കുന്ന വരുണന്റെയും സുരാധിപനായ ദേവേന്ദ്രന്റെയും രാജധാനിക്ക് തുല്യമായിട്ടുള്ള രാജധാനിയാണ് മയൻ
നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐശ്വര്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യമായ മഹിമയേറിയ അന്തഃപുരം കാണുമ്പോൾ സതീരത്നമായ ദ്രൗപദി ഭർത്താക്കന്മാരെ വേണ്ട പോലെ സേവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നിലയ്ക്കും ഐശ്വര്യം കണ്ടു കഴിഞ്ഞപ്പോൾ ദുര്യോധനന്റെ ഹൃദയം വല്ലാതെ വിഷമിച്ചു എന്നാണ്. ഇങ്ങനെയുള്ള രാജധാനിയും പദവിയും ഐശ്വര്യവും ഭാഗ്യവും തനിക്കാണ് ഉണ്ടാവേണ്ടത് എന്ന് വിചാരിച്ചു. ഒരു താപം അങ്ങനെയുണ്ട്, പല ആളുകൾക്കും ഉണ്ട്. ഇതാണ് അസൂയ എന്ന് പറയും. ഏതായാലും സൂക്ഷ്മ ശരീരത്തെ നമ്മളെ ഇല്ലാതെയാക്കുന്ന വലിയ മാറാരോഗമാണ് ഈ അസൂയ എന്ന് പറയും, ഇല്ലേ? അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നാ. കഷണ്ടിക്ക് ഇപ്പൊ മരുന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആളുകള്. അസൂയക്ക് ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മറ്റൊരാളുടെ നന്മ കാണുമ്പോൾ വല്ലാതെ മനസ്സിനൊരു വിഷമം. അതാണ് ഇപ്പൊ ഇതാ ദുര്യോധനൻ ഉണ്ടായത്. നമ്മളും ആലോചിക്കണം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സകല ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ധർമ്മപുത്ര മഹാരാജാവ് ആവണോ, അതോ ധർമ്മപുത്ര മഹാരാജാവിന്റെ ഐശ്വര്യം കണ്ട് അസൂയപ്പെടുന്ന ദുര്യോധനാവണോ? നമ്മളൊരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവണം. നമ്മുടെ മനസ്സ് എങ്ങനെയാണ് എന്ന് ആലോചിക്കണം. അങ്ങനെ യസ്മിംസ്തദാ മധുപതേർമഹിഷീ സഹസ്രം ശ്രോണീഭരേണ ശനകൈ കുണദംഘ്രിശോഭം മധ്യേ സുചാരു കുചകുങ്കുമശോണഹാരം ശ്രീമന്മുഖം പ്രചല കുണ്ടല കുന്തളാഢ്യം. അവിടെ ദുര്യോധനന്റെ ദുഃഖത്തിന് കാരണം എന്താ അത് പറയുന്നു. അവിടെ ശ്രോണീഭരേണ, ആ കടിപശ്ചാത് ഭാഗം അതിൻ്റെ ഭാരം കൊണ്ട് ശനകൈ കൊണദംഘ്രിശോഭം, മെല്ലെ മെല്ലെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന പാദങ്ങളുടെ ശോഭയും മധ്യത്തിൽ സുചാരു കുചകുങ്കുമശോണഹാരം, അതിസുന്ദരമായ ആ മാറിടത്തിലെ കുങ്കുമങ്ങൾ കൊണ്ട് അരുണനിറമായിരിക്കുന്ന മാലയോടുകൂടിയ പ്രചല കുണ്ടല കുന്തളാഢ്യം, ഇളകിക്കൊണ്ടിരിക്കുന്ന കുണ്ടലങ്ങളും തലമുടിയും ശ്രീമന്മുഖം, ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ മുഖത്തോടു കൂടിയ മധുപതേ മഹിഷീ സഹസ്രം അശോഭത, അതും കണ്ടു. ഭഗവാന്റെ പത്നിമാര്, രുക്മിണ്യാദിദേവിമാര്, ശ്രീകൃഷ്ണന്റെ ഭാര്യമാര്, അപ്പോൾ ഇവരുടെ അസാമാന്യമായ ദേഹകാന്തിയും കാണുന്നവരുടെ ദൃഷ്ടിയിൽ സാക്ഷാൽ ലക്ഷ്മി ഭഗവതി തന്നെ. അങ്ങനെ അവരുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് നോക്കിയാലും അവിടെയൊക്കെ ഐശ്വര്യമാണെന്നാണ്. അവരുടെ ആ നിതംബത്തിൻ്റെ ഭാരം കൊണ്ട് എന്ന് തോന്നും. അവർ വളരെ പതുക്കെയാണ് നടക്കണത്. അത്രേ കാൽച്ചിലമ്പുകൾ ധരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചിഞ്ചിലനാദം അവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അവരുടെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന മാലയിൽ മാറിടത്തിലെ കുങ്കുമം പതിഞ്ഞിരിക്കുന്നു. അങ്ങനെ അതിസുന്ദരികളായിരിക്കുന്ന ലക്ഷ്മി സഹസ്രം 16,108 ലക്ഷ്മി ഭഗവതിമാര് അവിടെ ഒരേ സമയം എല്ലാവർക്കും ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ സഭയിലേക്ക് സഭായാം മയക്ലുപ്തായാം ക്വാപി ധർമ്മസുതോധിരാട് വൃതോനുജൈർ ബന്ധുഭിശ്ച കൃഷ്ണേനാപി സ്വചക്ഷുഷ ആസീന കാഞ്ചനേ സാക്ഷാദാസനേ മഖവാനിവ പാരമേഷ്ഠ്യശ്രിയാദുഷ്ട സ്തൂയമാനുശ്ച ബന്ധിഭി. അവിടെ ആരെ കണ്ടു? ധർമ്മപുത്രരെ കണ്ടു. ഒരിക്കൽ മയക്ലുപ്തായാം സഭായാം അനുജൈ ബന്ധുഭി, അവിടെ മയനാൽ നിർമ്മിക്കപ്പെട്ട സഭയിൽ സഹോദരന്മാരും ബന്ധുക്കളും സ്വചക്ഷുഷ, സ്വന്തം കണ്ണിനു തുല്യമായ കൃഷ്ണേനച, ശ്രീകൃഷ്ണനും, ആ ശ്രീകൃഷ്ണനാകുന്ന ആ കൃഷ്ണമണി, കൃഷ്ണദ്യുമണി നിംളോചേ എന്ന് മറ്റൊരിടത്ത് പറയുന്നു. അങ്ങനെ ചുറ്റപ്പെട്ട അവരാലൊക്കെ വൃതഃ പാരമേഷ്ഠ്യശ്രിയ, ചക്രവർത്തിയുടെ ഐശ്വര്യം കൊണ്ട് സേവിക്കപ്പെട്ട് വന്ദികൾ സ്തുതിക്കുന്ന സാക്ഷാൽ ഭഗവാനിവ, സാക്ഷാൽ ദേവേന്ദ്രൻ എന്നതുപോലെ കാഞ്ചനെ ആസനെ ഇരിക്കുന്ന ആ സ്വർണം കൊണ്ടുണ്ടാക്കിയ ദിവ്യമായ ആ സിംഹാസനത്തിലിരിക്കുന്ന മഖവാനിവ, ഇന്ദ്രനെ പോലെ ഇരിക്കുന്ന ആ ധർമ്മപുത്ര മഹാരാജാവിനെ കണ്ടു. മഖവാനിവ ഭഗവാനിവ രണ്ടും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ദേവേന്ദ്രനെ പോലെ ഇരിക്കുന്ന ധർമ്മപുത്രരെ വേണ്ട പോലെ ഇങ്ങനെ കണ്ടു. ഇവിടെ ശ്രീകൃഷ്ണൻ കണ്ണുകളാണ് നമുക്ക്
ഹിതാഹിതങ്ങളെ കാണിച്ചു തരിക, അല്ലേ? കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് നമ്മൾ തീരുമാനം എടുക്കുക, ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇവിടെ ഭഗവാനാകുന്ന ആ കണ്ണ്, സുദർശനം, അല്ലേ? ആ നല്ല ദർശനം ഉണ്ടാകുമ്പോഴാണോ എല്ലാം വേണ്ട പോലെയാവുക. അങ്ങനെ ഇരിക്കുന്ന ധർമ്മപുത്രരെ കണ്ടു ദുര്യോധനൻ. തത്ര, അങ്ങനെ ആ സ്ഥലത്തേക്ക് ദുര്യോധനൻ വരികയാണ്. തത്ര ദുര്യോധനോ മാനി പരീതോ ഭ്രാതൃഭിർനൃപ കിരീടമാലിന്യ വിശദസിഹസ്തക്ഷിപൻ രുഷ. മാനി, അഹങ്കാരിയായ, കിരീടമാലി, കിരീടവും മാലയുമൊക്കെ ധരിച്ച, അസിഹസ്ത, കയ്യിൽ വാളിങ്ങനെ ഊരിപ്പിടിച്ച, ഭ്രാതൃഭീ പരീത, അനുജന്മാരാൽ പരിവൃതനായി ചുറ്റപ്പെട്ടവനായ ദുര്യോധനൻ തത്ര രുഷാക്ഷിപൻ, ദേഷ്യം കൊണ്ട് അധിക്ഷേപിക്കുന്ന രൂപത്തിൽ പരീക്ഷത്തെ ഞവിശൽ അവിടേക്ക് കടന്നു വന്നു. ഇവിടെ ധർമ്മപുത്ര സഭയിലിരിക്കുമ്പോൾ ദുര്യോധനൻ തൻ്റെ ഐശ്വര്യാദികളും ഇവിടെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അഴകിയ രാവണനെ പോലെ നല്ല വസ്ത്രങ്ങളും മുത്തുമാലയും വനമാല പോലെയുള്ള മാലകളൊക്കെ ധരിച്ച്, കിരീടമൊക്കെ ധരിച്ച്, കയ്യിൽ ഊഴിപ്പിടിച്ച വാളുമായി അവിടെ ദുശാസനൻ, ശകുനി തുടങ്ങിയവരോട് കൂടി ദേഷ്യത്തിൽ ഇങ്ങനെ ധർമ്മപുത്രരെ ചീത്ത പറഞ്ഞുകൊണ്ട് സഭയിലേക്ക് കടന്നു വന്നു. സ്ഥലേഭ്യ ഗൃഹാദ് വസ്ത്രാന്തം ജലം മത്വാ സ്ഥലേ പതൽ ജലേജ സ്ഥല വിഭ്രാന്ത്യ സ്ഥലവത് ഭ്രാന്ത്യ മയമായ വിമോഹിത. സ്ഥലേ ജലം മത്വ, സാധാരണ സ്ഥലത്ത് ജലം ഉണ്ടെന്ന് വിചാരിച്ച വസ്ത്രാന്തം സ്ഥലേ അഭ്യഗൃഹാത്, വസ്ത്രത്തിൻ്റെ അറ്റം, ആ പട്ടുവസ്ത്രം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടാണ് വന്നത്. ജലേ സ്ഥലവത്, ജലത്തിലോ അവിടെ സ്ഥലമാണ് എന്ന് വിചാരിച്ചു, സാധാരണ നിലാണെന്ന് വിചാരിച്ച് മയമായാ വിമോഹിത, മയന്റെ മായയാൽ മോഹിക്കപ്പെട്ട് ഭ്രാന്തിയ, ആ ഭ്രാന്തി കൊണ്ട് അപതച്ച, അവിടെ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ട് തോന്നി, അത് വലിയ കുഴപ്പമില്ല. കാരണം എന്താ, പൊക്കി പിടിച്ച് അങ്ങോട്ട് നടന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ വെള്ളമുള്ള സ്ഥലത്ത് ഇല്ലാത്ത പോലെ നടന്നപ്പോൾ അതില് തലയും കുത്തി വീണു എന്ന് പറയുന്നു. സ്ഥലജല വിഭ്രാന്തി ഉണ്ടായി എന്ന് പറയുന്നു. മയന്റെ മായാവൈഭവം, അതിനേക്കാൾ മായാതീതനായിരിക്കുന്ന മാധവന്റെ മായാവൈഭവം, ഇത് ഭഗവാന്റെ സങ്കല്പമാണ്. കാരണം എന്താ, ഇവിടെ ഈ കുരുവിനെ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്താൽ പെട്ടെന്ന് മുളയ്ക്കും. എന്താ മുളയ്ക്കുക? വൈരം. വൈരത്തിന്റെ വിത്ത് മുളയ്ക്കാൻ പാകത്തിന് ഭഗവാൻ ഈ കുരുവിനെ, ഈ ദുര്യോധനനെ, കലിം ഗുരുകുലാമയം എന്ന് പറയുന്ന ദുര്യോധനനെ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാൻ ഭഗവാൻ തുർച്ചപ്പെടുത്തി. ജഹാസ ഭീമസ്തം ദൃഷ്ട്വാ സ്ത്രിയോ നൃപതയോ പരേ നിവാര്യമാണാപ്യംഗാരാജ്ഞ കൃഷ്ണാനുമോദിത. അല്ലയോ പരീക്ഷിതേ അംഗ, ഭീമനും സ്ത്രീകളും അപരേ നൃപതയ, മറ്റു രാജാക്കന്മാരൊക്കെ ചിരിച്ചുവെങ്കിലും രാജ്ഞ നിവാര്യമാണ് അപ്പി, രാജാവ് തടഞ്ഞു. അപ്പോൾ അവർ മിണ്ടാതെ നിന്നു. അപ്പോഴേക്കും കൃഷ്ണാനുമോദിത, കൃഷ്ണൻ പറഞ്ഞു, ഓ ചിരിക്കാം ചിരിക്കാം എന്ന് നിർദ്ദേശം കൊടുത്തു അത്രേ. അപ്പോൾ എന്തായി, അവിടെ തം ദൃഷ്ടുവാ ജഹാസ, ആ ദുര്യോധനം വെള്ളത്തിൽ ഇങ്ങനെ വീണ് കിടക്കണ കണ്ടപ്പോ ഉറക്കെ ചിരിച്ചു. ശ്രീകൃഷ്ണൻ അനുമോദിച്ചു. ഭൂരിമി ഭാരത്തെ ഇല്ലാതെയാക്കാൻ ഭഗവാന്റെ ഒരു ലീല മാത്രം, അത്രയേ ഉള്ളൂ. ദുര്യോധനന്റെ അസൂയയുടെ ഫലം ഇതുപോലെയൊക്കെ നമുക്ക് കാരണമായിട്ട് തീരും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കണ്ടാൽ അതിൽ അസൂയപ്പെടുകയല്ല വേണ്ടത്, അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്ന് കാണിക്കുന്നു. ഇനി അഭിനന്ദിച്ചില്ലെങ്കിൽ പോലും അസൂയപ്പെടരുത് എന്ന് പ്രത്യേകം കാണിക്കുന്നു. കുരുപാണ്ഡവ യുദ്ധത്തിന്റെ വിത്ത് വിതയ്ക്കല് കഴിഞ്ഞു, അല്ലേ? വെള്ളത്തിലിട്ട വിത്ത് പെട്ടെന്ന് മുളയ്ക്കും എന്നാണ്. ഏതായാലും സവ്രീഡിതോ വാഗ്വദനോ രുഷാജ്വലൻ നിഷ്ക്രമ്യ തൂഷ്ണിം പ്രയോഗജാഹ്വയം ഹാഹേതി ശബ്ദസ്സു മഹാനഭൂൽ സതാമജാത ശത്രുർ വിമനാ ഇവാഭവൽ. പറയുന്നു, ബഭൂവ തൂഷ്ണിം ഭഗവാൻ ഭവോ ഭരം സമുജ്ജിഹീർഷു ഭ്രമതി സ്മ യദൃശ. ഇവിടെ വല്ലാതെ ലജ്ജയായി, നാണം കെട്ടു എന്ന് പറയില്ലേ, ലജ്ജിതനായി അവാഗ്വദനഹ, തലം താഴ്ത്തി ദേഷ്യത്തോടുകൂടി, ജ്വലനിവ, ദേഷ്യം കൊണ്ട് ഇങ്ങനെ
ജ്വലിക്കുന്നുണ്ട് തോന്നും. അതേപോലെ തൂഷ്ണീം നിഷ്ക്രമ്യ, പിന്നെ ഒന്നും പറഞ്ഞില്ല, മിണ്ടാണ്ട് പുറത്തേക്ക് കടന്നു. ഗജാഹുയം പ്രയയു, ഹസ്തിനാപുരിയിലേക്ക്, ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഹസ്തിനാപുരിയിലേക്ക് യാത്രയായി. സജ്ജനങ്ങൾ ഹാ ഹാ എന്നിങ്ങനെ ഉറക്കെ ശബ്ദമുണ്ടാക്കി. അത് ഉറക്കെ എല്ലായിടത്തും കേട്ടു. അജാതശത്രു വിമന ഇവ അഭവൻ. അജാതശത്രു എന്ന് പറഞ്ഞാൽ ധർമ്മപുത്ര മഹാരാജാവ്. ആരും ധർമ്മപുത്രരെ ശത്രുവായിട്ട് കണക്കാക്കണില്ല, ധർമ്മപുത്രരെ ആരെയും ശത്രുവായിട്ട് കണക്കാക്കണില്ല. അതാണ് കൂടുതൽ ശരി. ദുര്യോധനൻ ധർമ്മപുത്രരെ ശത്രുവായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും ധർമ്മപുത്രർക്ക് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അവിടുന്ന് ദേഷ്യത്തോടു കൂടി തലയും താഴ്ത്തി മിണ്ടാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയ ആ ദുര്യോധനൻ. ധർമ്മപുത്രരോ വല്ലാത്ത വിഷമായി, അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നാണ്. സദസ്സിലുള്ള സജ്ജനങ്ങൾ മുഴുവൻ ദുര്യോധനന്റെ ഈ ധാർഷ്ട്യത്തെ കണ്ടിട്ട് അതിന് കൃത്യമായ രീതിയിൽ ഭഗവാൻ വേണ്ട മറുപടി കൊടുത്തു. ഇതിലൂടെ കഷ്ടം കഷ്ടം എന്നിങ്ങനെ ഉറക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലൂടെയാണ് അവിടുന്ന് ദുര്യോധനൻ യാത്രയായത്. ഭഗവാനോ ബഭൂവ തൂഷ്ണിം ഭഗവാൻ ഭവോഭരം സമുജ്ജിഹീർഷു ഭ്രമതിസ്മയദൃശ. ആരുടെ ദൃഷ്ടിയിൽ ദുര്യോധനൻ ഭ്രമിച്ചുവോ ആ കൃഷ്ണൻ ഭഗവാൻ ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു സങ്കല്പം കൊണ്ട് ദുര്യോധനന്റെ ആ വിഷമൊക്കെ മാറും. പക്ഷേ ഭഗവാന്റെ ആ മായയിൽ മോഹിച്ചു. മയന്റെ മായയിലാണ്, മാധവന്റെ മായയിലാണ് സത്യത്തിൽ മോഹിച്ചത്. തൻ്റെ കാര്യം സാധിച്ചു എന്ന രീതിയിൽ ഭഗവാൻ കാലരൂപ്യ അന്വമോദത എന്ന ഏകാദശ സ്കന്ധത്തിൽ പറയുന്നത് പോലെ ഭഗവാൻ അതിനെ സ്വീകരിച്ചു, അംഗീകരിച്ചു. ഏതത്തേഭിഹിതം രാജൻ യൽപൃഷ്ടോഹമിഹ ത്വയാ സുയോധനസ്യ ദൗരാത്മ്യം രാജസൂയേ മഹാക്രതവും. മഹായാഗം, ആ രാജസൂയത്തിൽ പരീക്ഷത്തെ സുയോധനസ്യ, ആയോധനത്തിൽ സമർത്ഥൻ, അതുകൊണ്ടാണ് സുയോധനൻ എന്ന് ദുര്യോധന് പേര്. ഇപ്പോ ആ ദൗരാത്മ്യം, ദുരാത്മത അങ്ങ് ചോദിച്ചില്ലേ എന്തുകൊണ്ടാ ദുര്യോധനൻ മാത്രം സന്തോഷിക്കാതിരുന്നത്? അത് ഇഹ അഹം, ഇത് ഞാനിപ്പോ അങ്ങക്കായി അഭീതം പറഞ്ഞു തന്നു. അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇനി ദാ ആ ദുര്യോധന മാനഭംഗം എന്നുള്ള ഭാഗം അതോടുകൂടി സമർപ്പിക്കുകയാണ്. നാളെ സാൽവയുദ്ധത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇപ്പോ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം.
കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ
പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.